ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ യൂട്യൂബേഴ്സിനും എൻ്റെ വക വളരെ വളരെ താങ്ക്സ് ആണ് പറയുന്നത്. പിന്നെ നിങ്ങളെ മിക്കവരെയും ഞാൻ അറിയുന്നവരാണ്. ഞാൻ പറഞ്ഞിട്ട് തന്നെ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഇന്ന് കന്നി അഞ്ചായിരുന്നു. SNDPയുടെ എല്ലാ എല്ലാ മണ്ഡപങ്ങളിലും പ്രത്യേക പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞാനൊരു NSS കാരിയാണെങ്കിലും ഞാനും പോയി പ്രാർത്ഥിക്കാൻ സദ്യ കൊണ്ടു വന്നതാണ്. അപ്പോൾ ഇന്ന് മൗനജാതിയൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല പ്രാർത്ഥനയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ SNDP ഹാളുകളിൽ മിക്കവാറും ഈ പ്രാർത്ഥനാ യോഗങ്ങളിലും അതുപോലെ തന്നെ മിക്കവാറും അവരുടെ എല്ലാ ഇതിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. അപ്പം ആ പ്രാർത്ഥനയുടെ അർത്ഥം ഒരു ദിവസം കേൾക്കാനിടയുണ്ടായി. മറ്റൊന്നുമല്ല, നമ്മുടെ ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ, നാവിതൻ ഭവാപ്തിക്കോ രാവിവൻ തോണി നിൻപദം, ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, നിന്നിടം ദിക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. അപ്പോൾ ആ വരികളുടെ അർത്ഥം ഒരു ദിവസം ഒരു പ്രഭാഷണത്തിൽ ഒരു മേഡം പറയുകയുണ്ടായി. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വരികളാണ് നമുക്ക് ഗുരുദേവൻ ദൈവദശകമായിട്ട് ചൊല്ലി തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് എല്ലാ ആളുകൾക്കും, അതായത് ജാതിമത ഭേദമന്യേ എല്ലാ ആളുകൾക്കും പാടാവുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മളല്ലേ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മൾ കൈപിടിക്കേണ്ടത്. അല്ലാതെ പരസ്പരം നമ്മൾ മറ്റുള്ളവരെ കൈപിടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ കൈപിടിക്കുകയാണ്. അതാണ് ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെ ഇന്ന് ഞങ്ങളെ, ഭാവിതൻ ഭവാപ്തിക്കോ ആവിതൻ തോണി നിൻപദം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു തോണിയിൽ പോകുമ്പോഴായാലും ഒരു പ്ലെയിനിൽ പോയാലും അഥവാ ഒരു കരയിലൂടെ പോകുന്ന ഒരു ബസ്സിൽ പോകുമ്പോഴും എല്ലാം നമുക്ക് അദ്ദേഹത്തിൻ്റെ കരത്തിൻ്റെ ആ ഒരു കരപിടുത്തം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാപത്തും വരികയില്ല. അപ്പോൾ അതിൻ്റെ നിസ്സാരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ വിചാരിച്ച് മാത്രം നമ്മൾ ഏത് കാര്യത്തിനും പോകുമ്പോൾ നമുക്ക് ദൈവാധീനം ഉണ്ടാകും എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ദൈവദശകം ആദ്യം തന്നെ ചൊല്ലി ഏതൊരു പ്രാർത്ഥനയും SNDP ഹാളുകളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഗുരുദേവൻ്റെ വയൽവാരം വീട്, ചെമ്പഴന്തി, കൊടികുത്തുമല, അതുപോലെ തന്നെ അരുവിപ്പുറം, എല്ലാ സ്ഥലത്തും എനിക്ക് പോകാൻ സാധിച്ചു. ഇനിയും പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ ആരും തന്നെ പോയിട്ടില്ല എങ്കിൽ നിങ്ങളെല്ലാവരും പോകണം. അതുപോലെ തന്നെ ഗുരുദേവൻ്റെ ഒരു ആപ്തവാക്യം, സത്യത്തിൽ അത് എത്രമാത്രം ശരിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അല്ലേ? ദൈവം എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാവരും പലതായിട്ട് ആചരിക്കുന്നു എന്ന് മാത്രമാണുള്ളത്. അപ്പോൾ ഇന്ന് കന്നി അഞ്ചായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഗുരുദേവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഗുരുദേവൻ്റെ കൃതികളും അതുപോലെ തന്നെ ഗുരുദേവ വചനങ്ങളും അതുപോലെ ഗുരുദേവൻ്റെ ദൈവദശകം ചൊല്ലുന്നതും എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും ഇന്ന് കന്യാഞ്ചായിട്ട് ഗുരുദേവ മന്ദിരത്തിൽ പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. നിരവധി ആളുകളും നമ്മൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടെങ്കിലും നമ്മൾ പോയിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.